ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ വീട്ടിലെ ചെടികൾക്ക്, അത് പച്ചക്കറിയാകട്ടെ, പൂച്ചെടിയാകട്ടെ, ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആകട്ടെ, പിന്നെ ഇലച്ചെടിയാകട്ടെ, ഏത് ചെടിയുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഒരുപോലെ ഗുണകരമായ ഒരു വളമാണ് കഞ്ഞിവെള്ളം. ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും മണ്ണിലെ ഫലപുഷ്ടിത വർദ്ധിപ്പിക്കാനും കഞ്ഞിവെള്ളം എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. തുടക്കത്തിൽ നമ്മൾ കണ്ട മുല്ലപ്പൂ ചെടികൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ എല്ലാ ചെടികൾക്കും ഈ വിദ്യ പരീക്ഷിക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ 3 തരത്തിൽ വളങ്ങളും കീടനാശിനികളും തയ്യാറാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് കഞ്ഞിവെള്ളം വളരെ നല്ലൊരു വളമാണ്. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ അളവിൽ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മഗ് കഞ്ഞിവെള്ളത്തിന് 5 മഗ് എന്ന തോതിൽ സാധാരണ വെള്ളം ചേർത്ത് നന്നായി നേർപ്പിച്ച് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യാതെ കഞ്ഞിവെള്ളം നേരിട്ട് ചെടികൾ ഒഴിക്കരുത്. അത് ചെടിയുടെ വേരുകൾക്ക് കേടുപാട് വരുത്തിയേക്കാം. അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത കഞ്ഞിവെള്ളം ഒരു കാരണവശാലും ചെടികൾക്ക് നൽകാൻ പാടില്ല. ഞാൻ ഈ വളം ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ ചെടിയിലെ ഡ്രസീന, ബിഗോണിയ, ഓർണമെൻ്റൽ, ചില്ലി പ്ലാന്റ്സ്, ഫിലോഡെൻഡ്രോൺ ടെംപ്റ്റേഷൻ, വാണ്ടറിംഗ് ട്യൂബ് തുടങ്ങിയ ചെടികൾക്കാണ്. നേർപ്പിച്ച് ഈ കഞ്ഞിവെള്ളം മണ്ണിലേക്ക് നന്നായി ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ഓരോ ചെടികൾക്കും ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെടികൾക്ക് നൽകാൻ ഏറ്റവും മികച്ചതും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതുമായ ഒരു വളമാണിത്. ഇതിനായി അല്പം പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് 2 സ്പൂൺ ചാർക്കോൾ പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, കരിക്കഷങ്ങളായിട്ടല്ല, മറിച്ച് നന്നായി പൊടിച്ച ചാർക്കോൾ പൗഡർ തന്നെ വേണം. ഈ മിശ്രിതം തയ്യാറാക്കിയ ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുന്നത് ചാർക്കോലിലെ ഗുണങ്ങൾ കഞ്ഞിവെള്ളത്തിൽ നന്നായി ലയിച്ചു ചേരാൻ സഹായിക്കും. ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും മണ്ണിലെ അനാവശ്യ ബാക്ടീരിയകളെ അകറ്റാനും ചാർക്കോൽ വളരെയധികം സഹായിക്കുന്നു. അരമണിക്കൂറിന് ശേഷം ഈ മിശ്രിതം ഞാൻ എൻ്റെ തക്കാളി, ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പച്ചമുളക്, മഞ്ഞൾ, അഗ്നോണിമ തുടങ്ങിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വളങ്ങളോ ഫെർട്ടിലൈസറോ ചെടികൾക്ക് നൽകുമ്പോൾ ഒരിക്കലും ചെടിയുടെ കടയ്ക്കൽ നേരിട്ട് ഒഴിക്കരുത്. പകരം ചെടിയുടെ ചുറ്റുമുള്ള മണ്ണിലായി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്നതാണ് ചെടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം. തണ്ട് നിൽക്കുന്ന ഭാഗത്ത് കടയ്ക്കൽ വളങ്ങൾ നേരിട്ട് ഒഴിച്ചാൽ ചില വളങ്ങളുടെ വീര്യം കാരണം തണ്ടിന് പൊള്ളലേൽക്കാനോ അല്ലെങ്കിൽ അഴുകൽ രോഗങ്ങൾ വരാനോ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മുടെ ചെടികളെ കീടങ്ങളിൽ നിന്നും ഫംഗസ് ബാധയിൽ നിന്നും സംരക്ഷിക്കാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വളരെ ഫലപ്രദമായ ഒരു മിശ്രിതമാണ്. ഇതിനായി വെളുത്തുള്ളി നന്നായി ചതച്ചതും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്യുക. ഈ മിശ്രിതം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വയ്ക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ കഞ്ഞിവെള്ളത്തിൽ പൂർണ്ണമായി അലിഞ്ഞു ചേരാൻ സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന എൻ്റെ കാന്താരി മുളക് ചെടിയിൽ ഫംഗസ് ബാധയുണ്ട്. ഇലകളിലും തണ്ടുകളിലും വെളുത്ത നിറത്തിൽ പൂപ്പൽ പോലെ കാണപ്പെടുന്നത് ഇതിൻ്റെ അസുഖമാണ്. അതുപോലെ പച്ചമുളക് തൈകളിൽ വെള്ളീച്ച, മീലിബഗ്, ഉറുമ്പ് എന്നിവയുടെ ശല്യം കണ്ടുവരുന്നുണ്ട്. ഇതിനൊരു പ്രതിവിധിയായിട്ടാണ് ഞാൻ ഈ മിശ്രിതം ഉപയോഗിക്കുന്നത്. ചെടികൾ ഉറുമ്പുകൾ വരുന്നത് പലപ്പോഴും മീലി ബഗുകളെ പോലെയുള്ള മറ്റ് കീടങ്ങളെ ഉറുമ്പുകൾക്ക് ഇഷ്ടപ്പെട്ട തേൻ പോലുള്ള ദ്രാവകം സ്രവിക്കുന്നു. അതിനാൽ മീലി ബഗുകളെയും വെള്ളീച്ചകളെയും ഈ ലായനി ഉപയോഗിച്ച് നിയന്ത്രിച്ചാൽ സ്വാഭാവികമായും ഉറുമ്പുകളുടെ ശല്യം കുറയുന്നതായി കാണാം.
ഈ ലായനി ചെടികളിൽ ആഴ്ചയിൽ 2 തവണ പ്രയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എൻ്റെ രീതി പോലെ കൈകൊണ്ട് ഇലകളിലും തണ്ടുകളിലും നന്നായി തളിച്ച് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇലകളുടെ അടിഭാഗത്തും ഈ മിശ്രിതം നന്നായി എത്തുന്ന രീതിയിൽ ഞാൻ തെളിച്ച് കൊടുക്കാറുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് ആ മീലി ബഗും ഫംഗസ് ബാധയും ഉണ്ടായിരുന്ന അതേ പച്ചമുളക് തൈയാണ്. നോക്കൂ, ഇപ്പോൾ ഇതിൽ ഒട്ടും തന്നെ ഫംഗസ് ബാധയോ മീലി ബഗോ ഇല്ല. എൻ്റെ ചെടിയുടെ ഇലകളും തണ്ടുകളുമെല്ലാം എത്ര നീറ്റായും ആരോഗ്യത്തോടെയുമാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് കണ്ടോ? തുടർച്ചയായി വെളുത്തുള്ളി ലായനി ഉപയോഗിച്ചത് കൊണ്ടാണ് എൻ്റെ ഈ ചെടികൾക്ക് ഇത്രയും മാറ്റം ഉണ്ടായത്. ചെടികളുടെ കീടബാധ വരാതിരിക്കാനും വന്നവയെ പൂർണ്ണമായി നീക്കം ചെയ്ത് ചെടിയെ ഫ്രഷാക്കി നിലനിർത്താനും ഈ പ്രകൃതിദത്തമായ രീതി ശരിക്കും സഹായിക്കും. വെളുത്തുള്ളിയുടെ രൂക്ഷമായ മണം മറ്റ് ജീവികളെയും പ്രാണികളെയൊക്കെ തൽക്കാലത്തേക്ക് അകറ്റി നിർത്താൻ സഹായിക്കും. ഇവ മൂന്നും നമ്മുടെ ചെടികൾക്ക് നൽകുന്ന സംരക്ഷണം വളരെ വലുതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ചെടി പ്രേമികൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൃഷി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.